ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാട്ടോ എഴുന്നേറ്റപ്പോൾ മുറ്റത്ത് നല്ല ഇരുട്ടായിരുന്നേ, വെളിച്ചമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ വേഗം തീ പിടിപ്പിച്ച് ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചോറൊക്കെ വയ്ക്കുന്നത് പുറത്ത് വിറകടുപ്പിലാണ്. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉള്ള വെട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയാണ്. അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, സമയക്കുറവ് കാരണം നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വേഗം കടലക്കറി വെച്ച് കഴിഞ്ഞ് നമ്മൾ ലഞ്ചിന് ഉച്ചക്കത്തേക്കുള്ള കറികളും കൂടെ രാവിലെ വയ്ക്കും. ചോറ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേഗം കടലക്കറി വെച്ചിട്ട് പാവയ്ക്കക്കറി, വഴുതനങ്ങ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ വേഗം പുറത്തോട്ട് വന്നു കേട്ടോ. അപ്പം മക്കളൊക്കെ അന്നേരം എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് വന്നു. അപ്പോൾ എൻ്റെ അകത്തെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ പുറത്ത് മുറ്റം അടിക്കുകയാണ്. മുറ്റം അടിച്ച് ചവറെല്ലാം ഒരു ചാക്കിൽ ആക്കുവാണ് കേട്ടോ, കൊണ്ട് കളയാൻ. നിറച്ച് ചവറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മുറ്റം അടിച്ച ചവറെല്ലാം കൊണ്ടിടുന്നത് കേട്ടോ. നമ്മൾ കളയുകയല്ല, അപ്പോൾ നമ്മൾ ഡെയിലി ഉള്ള ചവറെല്ലാം കൂടെ അവിടെ തൂത്ത് കൂട്ടി നമ്മൾ കത്തിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചെടിക്ക് നനയ്ക്കാൻ വെള്ളം പിടിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ചെടിക്ക് വെള്ളമെല്ലാം ഒഴിക്കുകയാണ്. ഒരുപാട് ചെടിയൊന്നും ഇല്ല, അവിടെ ഇവിടെയായിട്ട് കുറച്ച് പച്ചക്കറി, കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേഗം വെള്ളം ഒഴിച്ച്, പിന്നെ എനിക്ക് പഞ്ചായത്തിലും വീട്ടിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വേഗം പോയി കുളിച്ച് റെഡിയായി. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകണം കേട്ടോ. അച്ഛനാണ് നമ്മളൊന്ന് കൊണ്ടുപോകുന്നത്. ഞാനും മക്കളും കൂടെയാണ് വീട്ടിലോട്ട് പോകുന്നത്. എൻ്റെ വീട് ഇവിടെ അടുത്താണ്, 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അത്ര കൂടെ ഇല്ലെന്ന് തോന്നുന്നു വണ്ടിയിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ നിറയെ പൂച്ചസാറന്മാരുണ്ടായിരുന്നേ. അപ്പോൾ അവരൊക്കെ അച്ഛനെ നോക്കിയിരിക്കുക, അച്ഛൻ മീൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന് 2 പേരും നേരെ അകത്തോട്ട് പോവുക കേട്ടോ. ചോദിക്കുകയും പറയുകയൊന്നുമില്ല, നേരെ അടുക്കളയിലോട്ട് പോവുക. അപ്പോൾ 2 പേരും അമ്മയെ നോക്കി കേട്ടോ പോകുന്നത്. അമ്മയാണെങ്കിൽ പുറത്ത് ജോലിയായിരുന്നേ. അപ്പോൾ അവരെ കണ്ട സന്തോഷമാണ് കേട്ടോ ഇത്. അപ്പം അവരുടെ സന്തോഷ പ്രകടനം നമ്മളെ പിന്നെ ആരും ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ ഞാനൊന്നും കഴിക്കാതെ കേട്ടോ വന്ന് 10 മണിയായിരുന്നു. അപ്പോൾ ഇവിടെ അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ അപ്പവും മുട്ടക്കറിയൊക്കെ ഒരു പിടി പിടിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കഴിച്ചു കേട്ടോ. പഞ്ചായത്തിൽ പോകണം. അപ്പോൾ അച്ഛൻ മീനും കൊണ്ട് വന്ന് കാണാമ്പായിരുന്നു. മീനും കൊണ്ട് വന്നപ്പോൾ പൂച്ചയെല്ലാം കൂടെ വന്നു കേട്ടോ. ഇനിയും ഉണ്ട് ഒരുപാട് പൂച്ചകൾ. അപ്പോൾ അമ്മ അവർക്കെല്ലാം മീനിൻ്റെ തല വെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അമ്മയും കൊച്ചുമോനും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് മീൻ വെട്ടുക. പിന്നെ അമ്മ മീൻ കറിക്കുള്ള പരിപാടിയൊക്കെ നോക്കുമായിരുന്നു. അപ്പം മീൻ മാങ്ങയും തേങ്ങയൊക്കെ അരച്ച് മാങ്ങയിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അമ്മ വേഗം മീൻ കറിക്കുള്ള പരിപാടിയൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ അമ്മ കറിക്ക് വേണ്ടി മാങ്ങ അരിഞ്ഞപ്പോൾ മാങ്ങ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര കൊതി വന്നു കേട്ടോ. അപ്പം ബാക്കിയുണ്ടായിരുന്ന കുറച്ച് മാങ്ങ എടുത്ത് ഞാൻ മുറിയിലോട്ട് വന്ന് ഉപ്പും മുളകൊക്കെ ആട്ടെ മക്കളെ കാണാതെ മുറിയിൽ വന്നിരുന്ന് കഴിക്കാമെന്ന് ഓർത്തെ. അങ്ങനെ മാങ്ങയിൽ കുറച്ച് ഉപ്പും മുളകും ഒക്കെ എടുത്ത് നല്ല കൊതി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നാളെ പണ്ട് എപ്പോഴും കഴിക്കുമായിരുന്നു ഇതൊക്കെ. അങ്ങനെയും കഴിക്കുക കേട്ടോ. നല്ല പുളിയുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് ഒന്നും ആരും അറിയാതിരിക്കും, ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാനും അച്ഛനും കൂടെ പഞ്ചായത്തിൽ പോയി. അച്ഛനുമായിട്ടാണ് കേട്ടോ പോയത്. പോയ കാര്യമൊക്കെ പെട്ടെന്ന് റെഡിയാക്കി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വരിക. തിരിച്ചു വന്നപ്പോഴത്തേക്കും അമ്മ മീൻ കറിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മീൻ കറിയും ബീൻസും മുട്ട പൊരിച്ചതും അച്ചാറും മീൻ വറുത്തതും ഒക്കെ കൂട്ടി പെട്ടെന്ന് തന്നെ കഴിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു കേട്ടോ. വീട്ടിലോട്ട് തിരിച്ചു വന്ന് നമ്മുടെ പഴയ പരിപാടിയിലോട്ട് തന്നെ പിന്നെയും കയറി. ഇപ്പം മീനൊക്കെ വെട്ടി വൃത്തിയാക്കി, കുറച്ച് കൂർക്ക നന്നാക്കാനുണ്ടായിരുന്നു, അതെല്ലാം റെഡിയാക്കി. പിന്നെ മീൻ കറിക്ക് വേണ്ട ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ റെഡിയാക്കാറുണ്ട്. ഈ ഉള്ളി പൊളിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ, കണ്ണ് നിറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് അതിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൊണ്ട് നമ്മൾ വേഗം ചതച്ചെടുത്ത് അങ്ങനെ മീൻ കറിക്ക് വേണ്ട എല്ലാം സെറ്റാക്കി. അപ്പോൾ നമുക്ക് വൈകിട്ടേക്ക് മീൻ കറിയും കൂർക്ക മെഴുക്ക് വരട്ടിയാണ്. പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പെട്ടെന്ന് കഴുകി വെച്ചു. അപ്പം തന്നെ ഞാൻ കുറേ ക്ഷീണിച്ചു കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു. അങ്ങനെ വേഗം പാത്രം എല്ലാം കഴുകി വെച്ച് നേരെ റൂമിലോട്ട് വന്നപ്പോഴത്തേക്കും കുറേ തുണി മടക്കാനുണ്ടായിരുന്നു.
പിന്നെ അതെല്ലാം മടക്കി പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കിടന്നു, അത്രേ ഉള്ളൂ.